Friends, welcome to our channel. ഇന്ന് ഞാൻ ഇതൊരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എപ്പോൾ എനിക്ക് സ്ഥിരം റിക്വസ്റ്റ് വരാറുണ്ട് ഇത് പഫ് സ്ലീവ്സ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വിട്ടിച്ചാൽ മതി. അടുത്ത വീഡിയോ നിങ്ങളെ റിക്വസ്റ്റിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഞാൻ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് വീഡിയോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ഉണ്ടാക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് നോക്കാം. വളരെ ഈസിയാണ്. 2 ടിപ്സ് ഉണ്ട്, അത് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് സാധാ സ്ലീവ്സ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് തയ്ക്കാവുന്നതാണ്. ഇതപ്പോൾ നോർമൽ ഒരു സ്ലീവാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോളൂ ഫ്രണ്ട്സ്, നോർമലായ ഒരു സ്ലീവ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ സ്ലീവിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു തുണീൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക. ആസ് ഇറ്റ് ഈസ് വെച്ചു. കണ്ടോളൂ, ആസ് ഇറ്റ് ഈസ് വെച്ചു. ഇതിൻ്റെ ഓപ്പൺ സൈഡിന് ഇങ്ങോട്ട് ഞാൻ കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ട്. അത് ഈ സ്ലീവ്സിനെ കാട്ടി 1 ഇഞ്ച് വീതിക്ക് കൂടുതൽ നമ്മൾ തുണി എടുക്കുമ്പോൾ. എന്നിട്ട് അതിനെ ഇവിടുന്ന് നമ്മളിങ്ങനെ വെക്കാം. ഓക്കെ, അപ്പോൾ ഈ എക്സ്ട്രാ ഉള്ള തുണി നമ്മൾ വരുന്നത് ഈ സൈഡിലോട്ടായിരിക്കും വരുന്നത്. ഇത് എക്സ്ട്രാ തുണി ഇങ്ങോട്ടാണ് വരുന്നത്. സ്ലീവ്സിൻ്റെ ബാക്കിലോട്ടാണ് വരുന്നത്. ഇത് ഫോൾഡഡ് സൈഡാണ് സ്ലീവ്സിൻ്റെ. ഈ മുകളിലോട്ട് ഇനി ഒരു 3 ഇഞ്ച് നമുക്ക് 3 ഇഞ്ച് തൊട്ട് ഇത് 6 ഇഞ്ച് വരെ എടുക്കാം. ഈ എക്സ്ട്രാ എടുക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ പഫിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പം ഞാനിതൊരു 3 ഇഞ്ചേ എടുക്കണുള്ളൂ. നിങ്ങൾക്ക് എത്രയാണ് പഫ് ഇഷ്ടം അതിനനുസരിച്ച് എടുക്കാം. നോർമൽ പഫ് ആണെങ്കിൽ 3 ഇഞ്ച് എടുത്താൽ ധാരാളമാവും. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ആസ് ഇറ്റ് ഈസ് ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുത്തിട്ടാകുമ്പം ഈ പീസിനെടുത്ത് നമുക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പീസ് ഉണ്ടായ പീസിൻ്റെ അവിടെ നിന്ന് മുകളിൽ നിന്ന് അതിൻ്റെ ടോപ്പിൽ നിന്ന് താഴോട്ട് 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ 1 ഇഞ്ചിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ കുറച്ചിങ്ങനെ ക്രോസ് ആക്കിയിട്ട് ഇതിൽ ഇങ്ങനെ മാച്ച് ചെയ്ത് കൊടുക്കണം. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരാം. കണ്ടോ, ഇങ്ങനെ ഒരു ഫ്രീ ഹാൻഡ് ആയിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണം. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരാം. ഈ പഫ് വരുമ്പം നമുക്ക് ഇതിപ്പോൾ എനിക്ക് റെഡി ലെങ്ത്ത്, എൻ്റെ സ്ലീവ്സിൻ്റെ 4 ഇഞ്ചാണ് റെഡി ലെങ്ത്ത്. അപ്പം ഞാൻ ഈ സ്ലീവ്സ് മുറിച്ചത് 4 ഇഞ്ചായിരുന്നു എൻ്റെ സ്ലീവ്സിൻ്റെ റെഡി ലെങ്ത്ത്. അപ്പം ഞാൻ മുറിച്ചത് 5 ഇഞ്ചിൽ മുറിച്ചു. 1/2 ഇഞ്ച് താഴെ ഫോൾഡ് ചെയ്യാനും 1/2 ഇഞ്ച് ജോയിൻ ചെയ്യാനും. അങ്ങനെ മുറിച്ചിട്ട് ഈ സ്ലീവ് ഇനി പഫായി വരുമ്പോഴേക്ക് ഇതുണ്ടോ ഇങ്ങനെ പഫായിട്ട് വരുമ്പോഴേക്ക് ഇതിൻ്റെ ഹൈറ്റ് നമ്മളെ കുറയും. അതുകൊണ്ടാണ് നമ്മൾ ഈ 1 ഇഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്ലീവ്സ് ഇപ്പം വെയർ ചെയ്യുമ്പം ഇവിടെ പഫ് വരുമ്പം കണ്ടോ ഈ ഉയരം ഇങ്ങനെ പൊന്തി വരുമ്പം ഈ സ്ലീവ്സിൻ്റെ നീളം കുറയും. അതുകൊണ്ടാണ് 1 ഇഞ്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത്. ഈ 2 കാര്യം ശ്രദ്ധിച്ചാൽ പഫ് സ്ലീവ്സ് തയ്ക്കാൻ ഈസിയാണ്. നമുക്ക് ആ രീതിക്ക് ഇതിനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇത് മുറിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് തയ്ക്കേണ്ടത് കാണിച്ചു തരാം. ഇത് മുറിച്ചെടുക്കാം. നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിവിടെ നോച്ചസ് ഇട്ടേക്കാം. നമ്മളിനി പ്ലീറ്റ് പിടിക്കുമ്പം ഈ കഷ്ണം നമ്മൾ 1 ഇഞ്ച് താഴോട്ട് എടുത്തില്ല, ഇവിടെ നിന്നാണ് പ്ലീറ്റ് പിടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു കൊച്ചു നോച്ച് കൊടുത്തേക്കാം. നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും 1 ഇഞ്ച് താഴെ നമ്മൾ നോച്ചസ് കൊടുക്കാം. അവിടം വരെയാണ് നമുക്ക് പ്ലീറ്റ് പിടിക്കേണ്ടത്. അത് നമ്മൾ ഈ 1 ഇഞ്ച് താഴെ കൊടുത്തത് ഇങ്ങനെ ചുളിവാക്കി വരുമ്പോഴേക്ക് 2 ഇഞ്ചോളം നമുക്ക് ചുളിവുകൾ കിട്ടും. അപ്പം ഈ 1 ഇഞ്ച് ഒരു സ്ലീവിൽ 2 ഇഞ്ച് കവർ ആയിക്കോളും. അതാണ് അതിൻ്റെ കാൽക്കുലേഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈസിയാണ്, എല്ലാവരും തയ്ച്ച് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് നമ്മൾ കട്ടിങ് കഴിഞ്ഞു. ഇത് ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഫ് എടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, 2ലും ലൈനിങ് അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി ഫ്രണ്ടും കൂടെ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഫ്രണ്ടും കൂടെ കുഴിച്ചെടുക്കാം. സെൻറ്ററിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇവിടെയാണ് ഉണ്ടായത് സെൻറ്റർ. ഇവിടെ നിന്ന് നമ്മൾ കുറച്ചിങ്ങനെ കുഴിച്ച് കൊടുക്കാം. 2 സ്ലീവ് ഒരുമിച്ച് വെച്ചിട്ട് ഇതാണ് നമ്മളെ നോച്ച്. ഓക്കെ, അതേപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാകുമ്പോൾ നമ്മളെ നോച്ചസ് ഒക്കെ അതേപോലെ ഈ തുണിയിലും കിട്ടുന്ന രീതിക്ക് മാർക്ക് ചെയ്ത് എടുത്തോണം. ഫസ്റ്റ് നമ്മൾ കൊടുത്ത നോച്ചസ് ഒക്കെ അതേപടി ഇതിലും കൂടെ കിട്ടുന്ന രീതിക്ക് ഇങ്ങനെ എടുത്തോണം. ഓക്കെ, ഇനി ഇതെങ്ങനെ തയ്ക്കേണ്ടത് നോക്കാം. ഇത് നമ്മളിങ്ങനെ മാർക്കിംഗ് ഒക്കെ ഫ്രണ്ടിലോട്ട് എടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടെന്ന് വെച്ചിട്ടല്ലേ നല്ല ഭക്ഷണം വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ഈ മാർക്കിംഗ് ഇങ്ങനെ മുകളിലോട്ട് ആക്കി എടുത്തേക്കണം. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ മാർക്കിംഗ് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് തയ്ക്കേണ്ട എങ്ങനെ നോക്കാം ഫ്രണ്ട്സ്. ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 1 ഇഞ്ച് വിട്ട് അവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് പ്ലീറ്റ് ഇടാം ഇങ്ങനെ. ഓക്കെ, കുഞ്ഞ പ്ലീറ്റ് വേണം ഇങ്ങനെ ഇടാൻ.
നോക്കിക്കോളും. ബിഗിനേഴ്സ് ആണെങ്കിൽ ആദ്യം ഒരു നമ്മളെ സൂയി നൂലുകൊണ്ട് ഇങ്ങനെ ആക്കിയാലും മതി. നിങ്ങൾക്ക് ഇതിൻ്റെ ഫുട്ടിൻ്റെ താഴെ പ്ലീറ്റ്സ് ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഒരു ജസ്റ്റ് ഒന്ന് റഫായിട്ട് തയ്ച്ചിട്ട് ഇതിൻ്റെ അടിയിൽ വെച്ച് പെട്ടെന്ന് അങ്ങ് തയ്ച്ചെടുക്കാവുന്നതാണ്. ഈസി ആയിട്ടാവും. നമുക്കപ്പം ഇതെങ്ങനെ പ്ലീറ്റ് വെക്കേണ്ടത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന് കട്ട് കൊടുത്ത അവിടെ നിന്നാണ് ഞാൻ പ്ലീറ്റ്സ് ഇടുന്നത്. ഇപ്പം എൻ്റെ പ്ലീറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഈ നമ്മൾ ആദ്യം കൊടുത്ത ഈ ഇത് എത്തിയിരിക്കുകയാണ് നമ്മളെ പോയിന്റ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കറക്റ്റ് ഇങ്ങനെ പിടിച്ച് ഇതിൻ്റെ ഒരു ഡാട്ട് ഇവിടെ നമ്മുടെ തുണി ഫിനിഷ് ആയിട്ടുണ്ട്. കണ്ടോളൂ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് നമ്മൾ ഡാട്ട് പിടിച്ചുണ്ടോ, പഫ് ഉണ്ടോ. ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് ഈ ഡാട്ട് ഈ നമ്മൾ നോച്ചിട്ട അവിടുന്ന് ഈ നോച്ചിട്ട അവിടം വരെ നമ്മൾ ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ട് എൻ്റെ ഫേസിൻ്റെ അങ്ങോട്ടാണ് നമ്മൾ ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് പ്ലീറ്റ്. കണ്ടോ. ഇനി എന്താണെന്ന് വെച്ചാൽ താഴെ പിടിക്കുമ്പം അപ്പോസിറ്റ് ഡയറക്ഷനിൽ പിടിക്കണം. ഇതിപ്പം ഇങ്ങോട്ടല്ലേ, ഉണ്ടോ. ഈ പ്ലീറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇതിൻ്റെ ഡയറക്ഷൻ ഇനി ഇങ്ങോട്ട് പിടിക്കണം ഇങ്ങനെ. എന്നാലേ ആ പഫ് നല്ല ഉയരത്ത് നമുക്ക് കാണാൻ പറ്റുള്ളൂ, പൊന്തി നിൽക്കുന്നത്. വളരെ ഈസിയാണ്. ഈ 2-3 ഇതിൻ്റെ അകത്ത് ടിപ്സേ ഉള്ളൂ. ഈ ടിപ്സ് ഫോളോ ചെയ്താൽ നല്ല പഫ് തയ്ക്കാൻ പറ്റും. കൂടുതൽ വയ്ക്കണമെങ്കിൽ 6 ഇഞ്ച് വരെ നമുക്ക് പഫിന് എക്സ്ട്രാ തുണി എടുക്കാവുന്നതാണ്, നിങ്ങളുടെ താല്പര്യം പോലെ. ഒരേ കനത്തിൽ വേണം പ്ലീറ്റ് പിടിക്കാൻ. അടുത്ത് നമ്മൾ ഇത് എത്താറായി. നമ്മൾ പ്ലീറ്റ്സ് പിടിച്ച് കഴിഞ്ഞു, കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അടിപൊളി പഫ് കിട്ടിയിരിക്കുകയാണ്. പിന്നെ ഇനി നിങ്ങൾക്ക് ഒരു ലേസ് വെക്കണമെങ്കിൽ ഇങ്ങനെ ലേസ് വെച്ച് കൊടുക്കാം. സ്ലീവിന് ഞാൻ ലേസ് ഇന്നലത്തെ എൻ്റെ നമ്മളെ നെക്ക് ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ കാണാം. ഇതുപോലത്തെ റെഡിമെയ്ഡ് നെക്ക് വാങ്ങിച്ച് എങ്ങനെയാണ് ബ്ലൗസ് ഡിസൈൻ ചെയ്യേണ്ടത് ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം. പഫ് നോക്കിക്കോളും, ഇത്ര പഫ് കിട്ടും. ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് തയ്ച്ച അടിപൊളി ഇതുപോലെ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. നമ്മൾ തയ്ച്ചെടുത്ത നെക്ക്. ഇനി ഈ സ്ലീവ്സും കൂടെ ഇതിനാവുമ്പോഴേക്ക് അടിപൊളി ലുക്കായിരിക്കും ഈ സാരിക്ക് വരുന്നത്. കണ്ടോ, ഈ സ്ലീവ്സ് ഇതിന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോളൂ ഫ്രണ്ട്സ്. ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കിട്ടിയതാണ് ഈ ലേസ്. നിങ്ങളുടെ അടുത്ത് ഇതില്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ലേസ് ഇവിടെ വെച്ച് കൊടുത്താൽ ഭംഗിയായിരിക്കും. ഇതാരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്താൽ കാണാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് പൈപ്പിംഗ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയി കാണുന്നവരെ ബൈ. എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നിങ്ങളുടെ റിക്വസ്റ്റിലായിരിക്കും ഫ്രണ്ട്സ്. ബൈ, സീ യു.